അപ്പോൾ ഇതിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ ലിങ്ക് ഷോർട്സിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്ക്. അപ്പോൾ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. കാരണം കുറച്ച് പാർട്ടിസിപ്പൻസേ ഉള്ളൂ, അപ്പോൾ വിൻ ചെയ്യാൻ ചാൻസ് കൂടുതലായിരിക്കും. ഒരുപാട് വലിച്ചു കിട്ടാതെ നമ്മൾ നേരെ വീട്ടിലേക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്യൂട്ടപ്പ് വിത്ത് മീന. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ വന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ആയിട്ടുള്ള 2 ഷോർട്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഫെസ്റ്റീവ് വെയർ കുർത്തേനെ പറ്റിയുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ ആ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു 5 days മുന്നേ ഒരു ഗീവ് അവേയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗീവ് അവേ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൂ, പിന്നെ ഞാൻ ഗീവ് അവേ നടത്തുന്നത്. 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമ്മൾ ആ വിന്നറിനെ അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ 100 സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല 10,000 വ്യൂസും ആകുമ്പോഴാണ് നമ്മൾ ആ വീഡിയോയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതൊരു അനൗൺസ് ചെയ്തിട്ടില്ല, കാരണം 10,000 വ്യൂസ് ആയിട്ടില്ല. പക്ഷേ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം ആ 5 പാർട്ടിസിപ്പൻസ് അതിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ഹെവൻ്റെ 10 മാറ്റ് ലിപ്സ്റ്റിക്കാണ്. നിങ്ങളിതുവരെ ലിപ്സ്റ്റിക് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഷെയ്ഡൊന്നും അറിയത്തില്ല, പക്ഷെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റ് കിട്ടിയാൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം എന്താ പറയുക, ഇതിൽ ഒത്തിരി ഷെയ്ഡുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കിട്ടാൻ എളുപ്പമായിരിക്കും. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, കാരണം ഞാൻ ഒരു ഗിവ് അവേ കൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു മേക്കപ്പ് പാലറ്റാണ് മാർസിൻ്റെ. അതിൻ്റെ വീഡിയോ ഞാനിത് ഇട്ടിട്ടില്ല, ഇടും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ അതിൻ്റെ ലിങ്ക് ഷോർട്സിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്ക്. അപ്പോൾ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. കാരണം കുറച്ച് പാർട്ടിസിപ്പൻസേ ഉള്ളൂ, അപ്പോൾ വിൻ ചെയ്യാൻ ചാൻസ് കൂടുതലായിരിക്കും. ഒരുപാട് വലിച്ചു കിട്ടാതെ നമ്മൾ നേരെ വീട്ടിലേക്ക്. ഫസ്റ്റ് വന്നതായി കാണിക്കുന്ന മസ്റ്റാർഡ് യെല്ലോ കളർ കുർത്തയാണ്. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നിങ്ങളൊരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു കുർത്തയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് കുറേ ഓണത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ക്വാളിറ്റി ഉണ്ട്. ആവാസ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നമ്മുടെ ട്രെൻഡ്സിലൊക്കെ കിട്ടുന്ന സെയിം ബ്രാൻഡിൻ്റെ കുർത്തയാണിത്. ഭയങ്കര അഫോർഡബിൾ ആണ്. ഞാൻ റേറ്റ് ലാസ്റ്റിൽ പറയാം. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഈ ഡ്രസ്സിനെ പറ്റി ഡീറ്റെയിൽ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം റേറ്റ് എത്രയാണ്. അപ്പോൾ ഈ മസ്റ്റാർഡ് യെല്ലോ ഡ്രസ്സ് സിൽവർ ആൻഡ് ഗോൾഡൻ ഡോട്ട് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട്. അത് ഭയങ്കര ഗ്ലിറ്റർ, നല്ല തിളക്കമുള്ള ഡിസൈനാണ്. അപ്പം ഫെസ്റ്റീവ് വെയറിന് പറ്റിയ ഒരു ഐറ്റമാണ്. കാരണം നല്ല തിളങ്ങി സൂപ്പറായിട്ടിരിക്കും. ഇത് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ റയോൺ ആണ്. ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഈ ഡ്രസ്സിൻ്റെ നെക്കിലും ഹാൻഡിൻ്റെ അറ്റത്തും നല്ല ഗോൾഡൻ ലേസ് വെച്ചിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള ഗോൾഡൻ ലേസ് മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ കൈ എന്ന് പറയുമ്പം നീലന്താണ്. ഈ വീഡിയോയിൽ കാണിക്കുന്നത് അത്ര തന്നെ ഇറക്കമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗോൾഡൻ സ്ട്രെയിറ്റ് ഫിറ്റ് പാൻറ്റിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞാൻ ഇട്ടേക്കുന്നുള്ളൊരു പലാസോയുടെ കൂടെ നിങ്ങൾക്കത് പെയർ ചെയ്യാം. നല്ല ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഫെസ്റ്റീവ് ലുക്കിന് പറ്റിയൊരു കുർത്തയാണിത്. റേറ്റ് എന്ന് പറയുമ്പോൾ 399 മാത്രമേ ഉള്ളൂ. സോ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം. ഇത് വന്നിട്ട് ഇതാ ഈ കാണിക്കുന്ന ലൈറ്റ് പിങ്ക് കുർത്തയാണ്. നല്ല ഭംഗിയുണ്ട്. ഫെസ്റ്റീവ് വെയറിന് പറ്റിയത് തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മെറ്റീരിയൽ പോളിസ്റ്ററാണ്. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. അധികം വലുതായിട്ടുള്ള പ്രിൻറ്റിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റുമായിരിക്കും. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളർ, എനിക്ക് ഈ കളർ അധികം ഇല്ലാത്തൊരു കളറാണ്. അത്യാവശ്യം ഒരു മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഈ കളർ ചേരും. പിന്നെ ഇതെന്ന് പറയുമ്പം മറ്റേ നേരത്തെ ഉള്ള കുർത്തയുടെ കൂട്ട് തന്നെ സെയിം ആ നെക്കിലും കയ്യിലും ലേസ് വരുന്നുണ്ട്. അത് കുറച്ചുകൂടി നമുക്ക് ഏത് കളർ പാൻറ്റ് പെയർ ചെയ്യണമെന്ന് അത് നോക്കിയിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ മാച്ച് ആയിട്ട് പോവും. വേറെ കൊള്ളില്ല എന്നല്ല പറഞ്ഞാൽ വൈറ്റിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം. പക്ഷേ ആ ലേസ് കൊടുത്തേക്കുന്ന അത് തന്നെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കുറച്ചുകൂടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്ടമുള്ളത് പെയർ ചെയ്യാം. ലാഗ് അടിപ്പിക്കാൻ നിങ്ങൾക്ക് വേണ്ട കാര്യം മാത്രം പറഞ്ഞാൽ പോരെന്ന് വിചാരിച്ചിട്ടാണ്. അതല്ല കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണം, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി സംസാരിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ടൈം എടുത്തൊരു ഡ്രസ്സിനെ പറ്റി പറയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നാലേ എനിക്ക് വീഡിയോ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെന്താ, അപ്പോൾ അടുത്ത ഡ്രസ്സ് വേണം. ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ മെറ്റീരിയൽ ഒരു പോളിസ്റ്റർ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൽ ഫ്ലവർ സിൽവർ, ബാക്കി രണ്ടിലും ഗോൾഡാണ്. ഇതിലൊരു സിൽവർ ഫ്ലവർ പ്രിൻ്റാണ് വരുന്നത്. ആ സിൽവർ ഫ്ലവറിൽ ഒരു റെഡ് ഡിസൈനാണ് അവർ കൊടുത്തേക്കുന്നത്. മാത്രം എനിക്ക് കുറച്ച് ലൂസാണ്, കൈയുടെ അവിടെയും വയറിൻ്റെ അവിടെയൊക്കെ ലൂസാണ്. അപ്പോൾ ഞാൻ ഈ ത്രെഡ് വെച്ചിട്ട് കെട്ടിയിട്ടാണെങ്കിൽ കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കും. എന്നാലും കൈയുടെ അവിടെ കുറച്ച് ലൂസുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ലാർജ് ആണ് നിങ്ങളൊരു സൈസെങ്കിൽ നിങ്ങളൊരു മീഡിയം എടുക്കേണ്ട ആവശ്യമുള്ളത്, എന്നാലേ ഫിറ്റായിട്ട് കിടക്കുള്ളൂ. അടുത്തത് വന്നിട്ട് സെയിം ആ ഒരു അനാർക്കലി അംബ്രല്ല മോഡൽ ആ ഒരു ഡ്രസ്സാണ്. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതൊരു എലൈൻ മോഡൽ കുർത്തയാണ്. ഇതിൽ വന്നിട്ടൊരു ബേജ് കളർ ഇന്നറും ഒരു മെറൂൺ കളർ ഷ്രഗുമാണ് വരുന്നത്. ആ ഷ്രഗും ഇന്നറും ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവരാണ്. ഞാൻ സ്ലീവ്ലെസ് അങ്ങനെ ഇടാറില്ല.
സോ അങ്ങനെ ഇടുന്നവരാണെങ്കിൽ ആ ബേജ് കളർ കുർത്ത വേണമെങ്കിൽ മാത്രം, കാരണം അതിലും കുറച്ച് ഗോൾഡൻ ഷെയ്ഡ് ഒരു പ്രിന്റഡ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് മാത്രം ഇടാം, അല്ലെങ്കിൽ ആ ഷ്രഗ് ഇടാം. ഇത് രണ്ടും കൂടെയാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ രണ്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കുർത്തയാണ്, എയർലൈൻ ആയിട്ടുള്ള കുർത്തയാണ്. അപ്പം ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും റേറ്റ് ഉള്ളത് ഇതിനാണ്, കാരണം അത്രയ്ക്കത് ഉണ്ട്. ഇതിൻ്റെ ഷ്രഗ് എന്ന് പറയുമ്പോൾ അതിൽ കെട്ടാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ള് മറ്റേ സിൽവർ സ്വീക്വൻസ് ആണ്. ഞാൻ രണ്ട് മൂന്ന് വട്ടം വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് ആ സിൽവർ സ്വീക്വൻസ് ഒക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ സ്വീക്വൻസ് കൊടുത്തിട്ടുണ്ട് സിൽവർ കളറിൽ, അതിൻ്റെ ഷ്രഗ് ഫുള്ള്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഓപ്പൺ ആയിട്ട് വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ ടൈ ചെയ്തിട്ട് വേണമെങ്കിലും ഇടാം. ഇത് നമുക്ക് ഫുൾ ഒരു ഗൗൺ മാതിരി ഒരു കുർത്ത പോലെ ഇടാതെ ഒരു അനാർക്കലി ഗൗൺ പോലെ നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഡ്രസ്സാണ്. ഈ 4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് 4ാമത്തെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതുപോലെ റേറ്റും നല്ല വ്യത്യാസമുണ്ട് അതിൽ തമ്മിൽ, കാരണം അതൊക്കെ 400 താഴെ വരുന്നു, പക്ഷേ ഇത് നമുക്ക് വന്നിട്ട് 500 ആണ്. അപ്പോൾ ഇതാണ് ഈ 4 കുർത്താസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ബയോയിലും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അല്ല ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വ്യൂ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇതിന് മുന്നേ 2 ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഒരെണ്ണത്തിൽ എനിക്ക് തോന്നുന്നു 40 സെക്കൻഡ്സ് ഉള്ള വീഡിയോയ്ക്കകത്ത് ഈ 2 ഡ്രസ്സേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിലും കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇതിൽ കണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ എന്താ, ഈ 4 ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിപ്പം ഓണമൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ ഫെസ്റ്റൈൻ സീസണിനൊക്കെ പറ്റി ഇത് 2 മിനിമലാണ്. നിങ്ങൾക്ക് ഒരു ഓഫീസ് ഒക്കെ മിനിമലായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം. ലാസ്റ്റ് വൺ കുറച്ച് ഹെവിയാണ്, 3ാമത്തെയും ഓക്കെ ഒരു മിനിമൽ ടു ഹെവി അങ്ങനത്തെ ഒരു ഫീൽ ചെയ്യും. ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പം അധികം വലിച്ചു നീട്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.